ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു Vinisdine. വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും കോളിഫ്ലവർ മസാല എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഒരു മീഡിയം സൈസ് കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം, 2 ടൊമാറ്റോ ഒക്കെ എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. കോളിഫ്ലവർ ഉപ്പും മഞ്ഞളും ഉള്ള വെള്ളത്തിൽ ഇട്ട് 1 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം കഴുകിയെടുക്കണം. ഇനി പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ ഗാർലിക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരട്ടെ, ചെറുതായി ഒന്ന് മൂത്ത് വന്നാൽ മതി. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. 2 തക്കാളി സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു. നല്ല എരിവുള്ള പച്ചമുളകായ കാരണം ഒരെണ്ണേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ച ചുവ മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ മല്ലിയും മുളകും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 1/4 വേവായി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. സ്ക്വയർ പീസസ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ക്യാപ്സിക്കം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി വീണ്ടും കുറച്ച് സമയം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതായിപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് ഒന്നുകൂടെ യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ കോളിഫ്ലവർ എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടും എന്നാൽ സിമ്പിളായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഈ കോളിഫ്ലവർ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ ഒപ്പവും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും തയ്യാറാക്കി നോക്കൂ, ഇഷ്ടാവും. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.